എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നേ? നീ വരുന്നില്ലേ? നോക്ക്, എന്ത് ഭംഗിയാ ഇവിടെ. ഇവിടെ എങ്ങനെ ഒന്ന് താമസിച്ചാലോ എന്ന് ഓർത്തു പോവാം. ഹായ്, ആ പുള്ളിക്കുയിലിനെ കണ്ടോ? നല്ല റൊമാൻറ്റിക് മൂഡിൽ ആശാൻ കൂവുന്നത്. നമ്മളും തിരിച്ചു കൂവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടാൽ ആശാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ശരിക്കും? ആ, ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. രണ്ടും ഒരേ വോയിസാ. വേണ്ട, മധുന്ന് കൂവിയേ. അത് ശരിയാ. അപ്പൊ നിനക്കെന്നെ ഇഷ്ടായല്ലേ? I love you. ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് നിന്നോടല്ല, കുയിലിനോടാ. മനുഷ്യരാരും നിന്നെ പ്രേമിക്കില്ലേ? ആരാടിയത്? നീ പറഞ്ഞില്ലായിരുന്നോ? ആ കുയിലാണത്. പിന്നെന്താ, ഇറങ്ങി വാ. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? ഓടി, ഇപ്പോഴല്ലാതെ എപ്പോഴാണ് അടിച്ചു പൊളിക്കുന്നത്? ചെന്ന് പിടിക്കടി. ഇങ്ങോട്ട് വാടി മോളെ. നീ ആരോടെങ്കിലും ഒരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ നിന്നെ ഞങ്ങൾ വിടും. അതിന് എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നീ ഒരു വലിയ ഡോക്ടറാകാൻ വേണ്ടി ഇങ്ങനെ പറയിച്ചൊരു നേർച്ച ഉണ്ടായിരുന്നു. എനിക്കെന്താ? എന്തിനാ ഇങ്ങനൊക്കെ നേരം പോയത്? എന്താ, നീ വലിയ ഡോക്ടർ ആണോ എന്ന് ആഗ്രഹിച്ചു പോയത് എന്റെ തെറ്റാ? ഡോക്ടറാണോ കാര്യമില്ലേ? ഒന്ന് പറഞ്ഞേക്കടി. ഇങ്ങോട്ട് വാടി മോളെ. അങ്കിൾ, ഐ ലവ് യു. കാണുന്നവരോടല്ല ഐ ലവ് എന്ന് പറഞ്ഞ നടക്കാത്ത എനിക്ക് നാണമില്ലേ? എടി മധു, ആരാടി അത്? മിണ്ടി പോവരുത്. പിന്നെ അവൻ തന്നെ. ഏയ്, അവിടെ നോക്ക്. ഞാനും ഐ ലവ് യു. എന്തിന് ഐ ലവ് യു പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ പോണത്? വണ്ടി നിർത്താൻ പറയപ്പി. ഞാൻ റെഡിയാണ് പെണ്ണേ. ചക്കരേ, ഉമ്മ 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 ഉമ്മ. എന്തിനാ പമ്മണത്? കൂട്ട് കയറ്റി വിട്. ചക്കരേ, എന്റെ മക്കളെ നിർത്താനും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുലിയാണ് കേട്ടാ, പുലി. ഐ ലവ് യു. എന്താടി? ഹായ് ചക്കരേ, ഐ ലവ് യു. ഇപ്പൊ കാണിച്ചുതരാം, വാടി. തനിക്ക് നാണല്ലേടോ? ഞങ്ങളൊരു തമാശ പറഞ്ഞതിന് പല്ലി കാണിച്ചാൽ ഇറങ്ങിയിരിക്കാം. പോണേ അവിടുന്ന്. ഞങ്ങള് തമ്മിൽ എന്ത് ചേർച്ചയാന്ന് നോക്കിയേ. ഇവരുടെ കല്യാണം നടക്കുമോ? നീ നമ്മളെഴുതി. എന്നോട് ക്ഷമിക്കണോ അങ്കിൾ, ഞങ്ങളൊരു തമാശക്ക്. ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്. എന്നാ നിന്നെ പോലുള്ള ചില പിള്ളേര് വെറൈറ്റി നോക്കി എന്നെ പോലെ മുടി ധരിച്ച യുവാക്കളെ തപ്പി നടക്കണ വിവരം ലോണ്ട ലവനാണ് എന്നോട് പറഞ്ഞത്. എന്ത് ഹായ്? ഞാൻ ഓവർ സ്മാർട്ട് ആവാൻ നോക്കാം. ആരുടെ ഓവർ സ്മാർട്ട് ആയത്? നീയോ ഞാനോ? റോഡിൽ കൂടി പോകുന്നവരുടെ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങുമല്ലോ. നീയൊക്കെ പെണ്ണുങ്ങളോ അതോ പെടക്കോഴികളോ? നീയൊക്കെ ഇങ്ങനെ എന്തിനു ഇറങ്ങി പുറപ്പെട്ട ഈ നാട്ടിൽ ആണുങ്ങൾ തന്നെ. ഇതെന്റെ സീറ്റാ. എന്താ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ല, ടിറ്റിക്ക് 200 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഇത് കണ്ടോ, കൺഫേം ടിക്കറ്റാ. മാറി മാറി മാറി. പേര് വേലപ്പൻ, ഏജ് 48. എന്താ ഡൗട്ടാ? അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ? എന്തിനാ സാർ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സ്വയം പേഴ്ത്തുന്നത്? സാർ സത്യം സാർ, എനിക്ക് 48 വയസ്സുണ്ട്. അതിരിക്കട്ടെ സാർ, സാറിന്റെ വയസ്സ് എത്രയാ? 50. ഒന്ന് ചുമ്മാതിരി സാർ. ആൾക്കാർ കേട്ട സത്യം ഒന്നും വിചാരിക്കില്ലേ? സാറിന് ഒരു 30-35 അല്ലാതെ ആരും പറയില്ല. ആ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാം സാറിനെ തന്നെ നോക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ പെണ്ണില്ലേ സാറിനോട് ഐ ലവ് യു എന്ന് പറയാ. എന്താ ഈ ഏജ് പോരെ? ഒന്ന് ചുമ്മാ ഇടോ. ഇങ്ങനെ വെറുതെ പറഞ്ഞ അതിനെ മോഹിപ്പിക്കുന്ന എന്തിനാ? സാർ എന്റെ സീറ്റ് ഏതാ? തന്റെ സീറ്റ് പുറകിലടോ. കാണിച്ചു തരാം. ബൈ.
ശരി. ഇത് കേട്ടില്ലേ സർ? എന്റെ പേര് വേലപ്പെന്നാന്ന് വിശ്വസിക്കുന്നേ ഇല്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്താ സർ? വേലപ്പൻ എന്റെ അനിയനാ. അവൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർ തനിക്ക് വിറ്റതായിരിക്കും. ഓളവടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. വടി കൊടുത്തുള്ള അടിയാ. എന്താ എന്ത് പറ്റേടി? ഒന്ന് വന്നേ. എങ്ങോട്ടടി? വാ. എവിടെ പോന്നെ? എടി നമ്മുടെ ടിക്കറ്റും ക്യാഷ് ഇരുന്ന ബാഗ് മിസ്സായിടി. ഇടിയ വേലപ്പിനെ നമുക്ക് പരിചയമില്ലേ? അവനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോ. ഏയ് ഒരു കുഴപ്പമില്ല. നീ വേഗം ചെന്ന് വിളിച്ചിട്ട് വാ. വേഗം. ഇങ്ങ വാ. ഇത്രക്ക് ഫാസ്റ്റാ? സർ, ഞങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമോ? അവർക്ക് മലയാളം ശരിക്കും അറിയില്ല സർ. സർ, ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായി സർ. ഞങ്ങളെ ടിറ്റിന്ന് ഒന്ന് രക്ഷിക്കാമോ സർ? പ്ലീസ് സർ, പ്ലീസ് സർ. ശരി. ഹലോ, തന്റെ പേരെന്താ? അത് താനെന്തിനാ അറിയുന്നേ? അങ്ങനെയാണ് ഞാൻ തന്നെ സഹായിക്കുന്നത്. പ്ലീസ് സർ, സ്റ്റോപ്പ് ഇറ്റ്. കാന്തമ്മ. കാന്തമ്മയോ? തന്റെ പേര് വേലപ്പനെന്നാവെങ്കിൽ എന്റെ പേര് കാന്തമ്മ എന്നായിക്കൂടെ? ഓഹോ, അപ്പൊ തന്റെ പേരോ? ചെല്ലമ്മ, തന്റെ രത്നമ്മ, തങ്കമ്മ, സതിയമ്മ, കണ്ണമ്മ, ശാന്തമ്മ. താൻ പഞ്ചാബി അല്ലേ? ശാന്തമ്മ സിംഗ്. ഓഹോ. ഓളമാസ്, ഗോ ടു ദ ബാത്റൂം. പറഞ്ഞ കേൾക്ക്. ഗോ. ഞങ്ങളെ ബാത്റൂമിൽ കിട്ടിയത് തന്റെ ഡാൻസ് കാണിക്കാനാണോ? വാതില് തുറന്നേ. കാലൊന്ന് മാറ്റി. ദേ കിടക്കുന്നു സാധനം. വേലപ്പൻ പൊട്ടിയിട്ടാ. യെസ് സർ. ഓക്കെ, കാരി ഓൺ. കണ്ടോ, ഞാൻ ഹാൻഡിൽ ചെയ്ത്. പോയിട്ട് പിന്നെ വന്നാലോ? അപ്പൊ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതെങ്ങനെയാ? ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായ ആ ബാഗിലല്ലേ? ആ ബാഗ് ഇത് തന്നെയാണോ നോക്കി. പിസ്സ സ്പോട്ട്. സർ നമസ്തേ സർ. സർ ഗുഡ് മോർണിംഗ് സർ. ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കും. സർ ഗുഡ് മോർണിംഗ് സർ. അല്ല സാറ്. അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നോ? എന്താടോ? സർ എന്റെ പേര് പണ്ണിയെന്ന സർ. ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ. നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ? റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയൂ നീ വിചാരിച്ചോ? ഒറ്റ കീറി വെച്ച് തന്നോട്ടെ. നിന്റെ മോന്തയുടെ ഷേപ്പ് മാറിപ്പോവും. അറിയാവുന്ന നിനക്കെന്നെ. ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? കുത്തി പൊട്ടിച്ചു കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത്. തന്തയും തള്ളയും ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. എടാ, ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇരടം കേട്ടോ ഇപ്പോഴുണ്ടോടാ? സാർ അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ടി എടുപ്പിച്ചു. സാർ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്കിവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ് സർ. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ്. ബിസിനസ് ഇല്ല, ഒരു പുണ്ണാക്കുമില്ല. ഓരോന്ന് കയറി വന്നോളൂ. ഇനി എന്ത് ചെയ്യും? എന്താടാ? എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്കൊന്നും അറിയില്ല സർ, മെഡിക്കൽ കോളേജിലെ പിള്ളേർ പിന്നെ വന്നിരിക്കുക. കസ്റ്റമേഴ്സിന് ശല്യം ചെയ്യുന്ന പറഞ്ഞപ്പോ എന്നെയും തല്ലി. പരിശീലിക്കടവ് മുത്തപ്പ, ഇവന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. സാർ. ഇവന്മാരുടെ ശല്യം ഞാൻ തരുതരാം. റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നില്ല. എന്റെ ടാലന്റ് ഇടയിൽ സാർ ജോലി തരും. സാരല്ല, അതെന്തുവാടേ? തെറി കേൾക്കാതിരിക്കാനാണോടാ? നോ മ്യൂസിക് സർ. ബേസിക്കലി മ്യൂസിക് ഇട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. മ്യൂസിക് ഇട്ട ഫൈറ്റ് എങ്ങനെ ചെയ്യാക്കും? നോക്കിക്കോ സർ. എന്തടാ ദാദാ പീസ് എടുക്ക? ഈ ടാലന്റ് കാണിക്കാന്ന് പറഞ്ഞ തല്ലുകൊള്ളലാണോടാ? സർ ഒരു ഹെൽപ്പ് ചെയ്യോ സർ? വാക്മാനിലെ ബാറ്ററി ഇല്ല. നിങ്ങളടുത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യൂ. മ്യൂസിക്? അതെ സർ. മ്യൂസിക് ഇടറേ. മ്യൂസിക്.
ഞാൻ പറഞ്ഞില്ലേ സാർ, മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ? കൊളമായാ സാർ വേഗം മ്യൂസിക് ഇട് സാർ. എനിക്ക് ഡിഡി ഓടുന്നതിന് വേഗം മ്യൂസിക് ഇടാൻ. വേഗം ആരെങ്കിലും ഒരു പാട്ടെങ്കിലും പാടുത്താ. കുടിച്ചിട്ട് കൂട്ടിയടിയുടെ കൂട്ടുകാരാ നീ. അടിച്ചിട്ട് ആടിത്തീർക്കണ്ട മുത്തേ നീ എന്റെ. ലജ്ജാവതിയെ കൈകാലേ അപ്പടി പോട് 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 കഴുത്തിൽ പോട് അളിയാ സ്ലോ മോഷൻ അടി ഉഗ്രൻ. ആ വന്തണ്ട പാൽക്കാര പട്ടുപട്ട് അങ്ങനെ അടി. ആ കൊണ്ട് മറക്കണ്ടോ തിരിക്കണ്ടോ ഇനി തല്ലിയ അവരും പാടിയ ഞാൻ ചെന്ന് പോകടാ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ACP രത്നൻ. ഞാനിപ്പോ സസ്പെൻഷനില്ല. ആരെയൊക്കെ ചെന്ന് കണ്ടിട്ടും ഇവിടെ വന്ന് സാറിനെ കാണാനാ പറയുന്നത്. ഓ അത് ശരി, സസ്പെൻഷനിലായി ജോലിയില്ലാതെ നടക്കുക അല്ലേ? ഡേയ്, ഇവിടെ എവന് പറ്റിയ ജോലി വല്ലതും ഉണ്ടോ നോക്കിയടാ. നമ്മുടെ ബാത്റൂം കഴുകുന്നൊരു വേക്കൻസി ഉണ്ട്, അത് കൊടുക്കാം. എന്തിനാടാ ചിരിക്കുന്നത്? ബാത്റൂം മാത്രമല്ല, ഇവന് വീണ്ടും പഴയ ACP ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴിയേണ്ടി വരും. നീ വിഷമിക്കണ്ട, നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം. ഡേയ്, അതുവരെ ഈ പാവത്തിന് ജീവിക്കണ്ടടാ. നമ്മുടെ പയ്യനല്ലേ, നല്ലവനാ. കൊണ്ടുപോയി ബാത്റൂം കഴിക്കും. ശരി സാർ. അഞ്ച് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പൊറോട്ട ഡയറക്ടർ സാറേ, ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോ നമ്മുടെ ഹീറോ ബൈക്ക് സ്പീഡിൽ വരും. ശാന്തമാ, പ്ലീസ്, അർജന്റ് ഡെലിവറിയാ. ജോലി പോകുന്ന കേസ് പ്ലീസ് 2 മിനിറ്റ് പറയുന്നത്. ഇതൊന്ന് കൊടുത്തോട്ടെ, 2 മിനിറ്റ് പോലെ പ്ലീസ് പ്ലീസ് പ്ലീസ്. കാന്തമ്മ സർ, ഓൺ ടൈം ഡെലിവറി സർ. താങ്ക് യു സർ. ഇതാരാ തന്റെ ഗേൾഫ്രണ്ട്? ഇവക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ടോ? അവൾ ആകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. എടുത്തകത്ത് വെക്കും. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ.
It's beautiful. ഏയ് അന്യരുടെ മുതല് പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക് ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങുക? ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. ഹായ്, ഗണേശ. ഇത് പൊട്ടി കാന്തമ്മ. എന്റെ അമ്മേ, 400 രൂപ. എടോ, ഇത് താൻ പൊട്ടിച്ചല്ലേ? ദൈവമേ, ഇതിന്റെ തലയിലാവൂ. ഏയ് മിസ്റ്റർ, സാർ, ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട. 400 രൂപ അടച്ചിട്ട് പോവാൻ നോക്ക്. എന്താ സാർ ഇത്? ഫുട്പാത്തിൽ ചെന്നാൽ 4 രൂപയ്ക്ക് 40 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. ആ നിങ്ങൾ ഇതാ മതി, എനിക്ക് വേറെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവരിതിന്റെ പൈസ കൊണ്ട് തരൂ. സാർ, പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ, സാർ ആരാ? എന്നെ അറിയില്ലേ? ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ, താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്? താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാവോ? സാർ, സഡൻലി ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്? എടോ, ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്. അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷോ? അതേന്നെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ എന്റെ കാർഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ ഓക്കെ സാർ.